പഞ്ചാബിലെ രാഷ്ട്രീയത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിനിധിയാണ് ഇവൻ. ഇവൻ്റെ പേര് സംഘർഷ് ദീപ്. ഇവനിലൂടെ പഞ്ചാബിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയത്തെ നമുക്കറിയാം. തിരഞ്ഞെടുപ്പിലൂടെ ഇവൻ്റെ ഭാവി കൂടിയാണ് പഞ്ചാബിലെ ജനങ്ങൾ എഴുതാൻ പോകുന്നത്. അമൃത്സർ ബാബ ബക്ലയിലെ വടാത്പൂർ ഗ്രാമത്തിലെ മൻദീപ് കൗർ മൽക്കി സിംഗ് സിദ്ധു ദമ്പതികളുടെ മകനാണ് സംഘർഷ് ദീപ്. പഞ്ചാബ് മുഴുവൻ സംഘർഷത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു അവന്റെ ജനനം. 2021 പുതുവത്സര ദിനത്തിൽ. മകനുണ്ടായപ്പോൾ അച്ഛൻ മൽക്കി സിംഗ് മറ്റെല്ലാ കർഷകരെയും പോലെ ഡൽഹി അതിർത്തിയിലെ സംഘർഷ ഭൂമിയിലായിരുന്നു. മകനുണ്ടായ സന്തോഷ വാർത്ത കേട്ട് നാട്ടിലേക്ക് തിരിച്ച മൻകീദിന്റെ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. ചരിത്രം സൃഷ്ടിക്കുക മാത്രമല്ല, അവ രേഖപ്പെടുത്തുക കൂടി വേണമെന്ന്. जब किसानी आंदोलन शुरू हुआ तो हम किसानी आंदोलन में थे, तो हम वहाँ थे, इसका जन्म जहाँ हुआ। हम वहाँ से जब इधर को चले तो हम ये तय करके आए थे कि इसका नाम कुछ ऐसे रखेंगे कि जो हम जितनी देर तक हम रहें ये किसानी आंदोलन जो है वो एक यादगार बन जाए। इसीलिए किसानी संघर्ष के नाम पर इसका नाम भी संघर्ष दीप रखा गया था। മകന് സംഘർഷ് ദീപ് എന്ന് പേരിട്ടതിനെ കുടുംബത്തിൽ ആരും എതിർത്തില്ല. പേരിടുക മാത്രമല്ല അവർ ചെയ്തത്, മകന് പോരാട്ടത്തിന്റെ ചൂര് പകർന്നു നൽകാൻ ജനിച്ച ഉടനെ സംഘർഷിനെ കർഷക സമരവേദിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് പരമ്പരാഗത ചടങ്ങായ ഗുടുതിയും നടത്തി. ജനിച്ച ഉടനെ കുട്ടികൾക്ക് തേൻ പോലുള്ള മധുരം നൽകുന്ന ചടങ്ങാണ് ഗുടുതി. हॉस्पिटल से सबसे पहले किसानी आंदोलन में जो रेलवे ट्रैक पर चल रहा था, उसी टाइम रेलवे भी बंद थी जंडियाला गुरु में, तो सबसे पहले इसको वहाँ पर लेके आए हम। वो जो पहला इसको गुड़ती मिलती है वो भी इसको संघर्ष में मिली थी, वहाँ जो चल रहा था संघर्ष. സംഘർഷ് ജനിച്ചപ്പോൾ അവന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള പഞ്ചാബി കർഷകർ നിലനിൽപ്പിന്റെ പോരാട്ടത്തിലായിരുന്നു. അവന് 1 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ കർഷക പോരാട്ടം വിജയം നേടി. ഇപ്പോൾ അവന്റെ കൂടി ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് പഞ്ചാബ്. പഞ്ചാബിലെ രാഷ്ട്രീയത്തെ സംഘർഷ് ദീപിന് മുൻപും ശേഷവുമെന്ന് രണ്ടായി തിരിക്കാൻ കഴിയും. കാരണം 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തിൽ 2 ധ്രുവങ്ങളിലായി കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് അകാലിദൾ BJP സഖ്യവും. എന്നാൽ കർഷക സമരം പഞ്ചാബിൻ്റെ രാഷ്ട്രീയക്രമത്തെ പാടെ മാറ്റിക്കളഞ്ഞു. ഇന്ന് 5 പാർട്ടികൾ ഒറ്റയ്ക്കും സഖ്യവുമായി പഞ്ചാബിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. 5 നദികളുടെ നാടെന്ന വിശേഷണത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പഞ്ചാബിൽ ഇക്കുറി 5 പാർട്ടികൾ പരസ്പരം മത്സരിക്കുകയാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോട് പോരാടി നേടിയ വലിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് പഞ്ചാബിലെ എല്ലാ കർഷകരും. ഈ വിജയത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള ഒരു വിഭാഗം കർഷകരുടെ ശ്രമമാണ് ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നത്. എന്നാൽ ഈ ശ്രമത്തിന് കർഷക സമരത്തിൽ പങ്കെടുത്ത എല്ലാ കർഷകരുടെയും പിന്തുണയില്ല. പക്ഷേ ഇന്ത്യയിൽ വർഗരാഷ്ട്രീയം പ്രായോഗികമാണോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് പഞ്ചാബിൽ ഇക്കുറി നടക്കുന്നത്. കൃഷി ആത്മാവും ജീവിതവുമാണ് പഞ്ചാബികൾക്ക്. സംസ്ഥാനത്തെ 75% വരുന്ന ജനസംഖ്യ കാർഷിക വൃത്തിയിൽ നേരിട്ട് പങ്കെടുക്കുന്നവരാണ്. 83% ഭൂപ്രദേശവും കൃഷിഭൂമിയാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബികൾ കർഷക പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. പഞ്ചാബികൾ കർഷക സമരമുഖത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നായേനെ. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി
കർഷകരെന്ന ഒരു വികാരത്തിൽ പഞ്ചാബികൾ കോട്ട പോലെ ഉറച്ചു നിന്നു. ആ കോട്ട തകർക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോഴായിരുന്നു കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുട്ടുമടക്കേണ്ടി വന്നത്. വർഗമെന്ന നിലയിൽ കർഷകരുടെ പിന്തുണ മാത്രം മതി പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷകരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതോടെ കർഷകരുടെ എതിർപ്പ് മാറിയെന്ന് BJP വിശ്വസിക്കുന്നു. किसान से कोई नुकसान नहीं, किसान भाई हमारे अपने भाई हैं, किसानों में हम गांव में जा रहे हैं, कुछ चंद लोग किसान होते हैं लेकिन अदरवाइज किसान भाई ठोक के वोट दे रहे हैं. हम गांव के अंदर गए हैं, किसान भाई खड़े खड़े किसान खड़े, ये खड़े मांगे ये खड़े देखो दिखाओ आप खड़े दिखाओ आ जाओ लो ये देखो ये खड़े हम लोग किसान हैं सारे बताइए कोई नुकसान नहीं है. അവകാശങ്ങൾ നേടിയെടുക്കാൻ എല്ലാ കാലത്തും സർക്കാരുകൾക്കെതിരെ തെരുവിലിറങ്ങാൻ കഴിയില്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം കർഷകർക്കുണ്ട്. അവർ ചേർന്ന് രൂപീകരിച്ച കർഷക പാർട്ടിയാണ് സംയുക്ത സമാജ് മോർച്ച. വർഗപരമായി കർഷകരെ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. वहाँ डोर टू डोर कर रहे थे कराली में, खरड़ भी किया है. वहाँ आकर एक हमें लाला जी मिला. लाला जी ने हमारे से झंडा मांगा, बैनर मांगा. उन्होंने कहा भी मैं अपनी उस दुकान पर लगाएगा, शॉप पर. तो मैंने उसे बोला आपका धन्यवाद, अभी हमें ऐसा इतना उत्साह दे रहे हो, हमें बहुत अच्छा लगता है. वो बोलता है कि किसानों ने ज़िंदगी भर कुछ नहीं मांगा, आज पहली बार मांग रहे हैं, हमें देने का इनको हक है. जब ऐसी बात करते हैं तो हमारे हृदय खुश हो जाता है. अभी इतना दर्द है हमारे लोगों के बीच. സംയുക്ത സമാജ് മോർച്ച ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷണമാണ്. ജാതിമത അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള രാജ്യത്ത് വർഗരാഷ്ട്രീയത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് കണ്ടെത്താനുള്ള പരീക്ഷണം. എന്നാൽ ആ പരീക്ഷണത്തിന് തിരിച്ചടിയാണ് സംഘർഷ് ജീബിന്റെ അച്ഛൻ മൽകീത് സിംഗ് സിദ്ധുവിനെ പോലുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കർഷകർ. കർഷക പ്രക്ഷോഭത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്ന് അവർ ഉറച്ചു പറയുന്നുണ്ട്. हमारा मानना ये है कि किसान लीडरों को राजनीति में नहीं जाना चाहिए था. इनको अपनी साइड देखो, जैसे संयुक्त मोर्चा है, संयुक्त मोर्चे में जब संयुक्त मोर्चा बना तो वहीं क्या ऐलान हुआ था कि किसी भी राजनीतिक लीडर को हम स्टेज पर नहीं आने देंगे. तो जब हम खुद ही हम इन अपने बनाए हुए कानूनों को तोड़ेंगे तो ये गलत बात है. സ്വന്തം വർഗത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്ന യാഥാർത്ഥ്യം സംയുക്ത സമാജ് മോർച്ച തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ വർഗവഞ്ചകരായി അവരെ സമാജ് മോർച്ച എഴുതിത്തള്ളുന്നില്ല എന്നത് ആശ്വാസകരമാണ്. बात ऐसा है, वो भी हमारे भाई है. वो थोड़ा बहुत इधर उधर होता है, घर में झगड़े लड़ाई थोड़े बहुत होते हैं, पर वोट नहीं देंगे. वो वोट अपने दिल से ही देंगे. जो किसान मजदूर मुलाजम दुकानदार की पार्टी है उनके वोट देंगे. वो अपने दिल से सोचते हैं. उन लोगों ने 70 साल में कुछ नहीं किया, वोट सिर्फ इसी पार्टी को देते हैं. കർഷക നേതാവ് ബൽബീർ സിംഗ് രാജവാളാണ് SSMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. സംസ്ഥാനത്ത് ഓടി നടന്ന് പ്രചാരണം നടത്തുന്നതിനിടെ സുവർണക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു രാജവാളിനെ കണ്ടത്. यहाँ आके अकाल पुरख के चरणों में शांति मिलती है, यहाँ से तो सब कुछ मिलता है. ക്ഷേത്ര ദർശനത്തിന് പോയ രാജവാളിനെ കാത്തു നിൽക്കുമ്പോഴായിരുന്നു BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷയും ദർശനത്തിനെത്തിയത്. രാഷ്ട്രീയത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്നവർ. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരേ കാരണം മാത്രമേ ഉള്ളൂ: സുവർണ വിലയുള്ള ജനങ്ങളുടെ വോട്ട് ലഭിക്കുക. പഞ്ചാബിലെ കർഷകരെ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാനുള്ള ശ്രമം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് വർഗരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പഞ്ചാബിൽ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ പഞ്ചാബിലെ സർക്കാരിൻ്റെ ഭാഗമൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പഞ്ചാബിലെ രാഷ്ട്രീയത്തിൽ പാടെ അപ്രസക്തമായിപ്പോയി. വർഗരാഷ്ട്രീയത്തിൻ്റെ പുതിയ വക്താക്കളായ സംയുക്ത സമാജ് മോർച്ചയുമായി ചേർന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചാബിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ਆਪਣੇ ਬੱਚਿਆਂ ਨੂੰ ਰੁਜ਼ਗਾਰ ਦਿਵਾਉਣਾ ਬਈ ਵੋਟ ਪਾਉਣੀ ਦਾਤੀ ਸਿੱਟੇ ਨੂੰ ਬੱਲੇ ਬੱਲੇ ਬਈ ਵੋਟ ਪਾਉਣੀ ਦਾਤੀ ਸਿੱਟੇ ਨੂੰ ਉਹ
20 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസാനമായി പഞ്ചാബ് നിയമസഭയിൽ അംഗത്വം ലഭിച്ചത്. 2002 കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിച്ച CPI 2 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. പാർലമെന്റിലേക്ക് അവസാന വിജയമുണ്ടായത് 23 വർഷങ്ങൾക്ക് മുൻപും. 2002 2% മുകളിലായിരുന്നു CPIയുടെ വോട്ട് വിഹിതം. 2017 തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 10-1 കുറഞ്ഞു. इसमें कुछ हमारी गलतियां भी होगी, लेकिन कई बार हालात ही ऐसे बन जाते हैं. अब कारपोरेट के युग में जब पैसे का बल्ब होता है, जो आप देख रहे हैं कि लोगों को पीछे लगाने के लिए रोजाना डेली बेस पे पैसे देकर लाना पड़ता है. हमारे आदमी वॉलंटरली चल रहे हैं. ഇന്ത്യ കണ്ട പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ ആർകിഷൻ സിംഗ് സുർജിത്തിനുൾപ്പെടെ ജന്മം നൽകിയ പഞ്ചാബിൽ ഇടതു പാർട്ടികൾക്ക് അധികാരത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 1967 CPIയും CPMും സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരിൽ പങ്കാളികളായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രൂപീകരിച്ച പ്രകാശ് സിംഗ് ബാദലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് CPM പുറത്തുനിന്ന് പിന്തുണയും നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ ഗ്രസിച്ച സിഖ് വിഘടനവാദം ഇടതു പാർട്ടികളുടെ അടിവേരറുത്തു. മതത്തിന്റെ പേരിൽ നടന്ന വിഘടനവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഇടതു പാർട്ടികളായിരുന്നു. खास करके जो टेररिज्म का हालात थे, जो पंजाब में टेररिज्म के हालात रहे हैं, उसके बाद कुछ ऐसे हालात बन गए हैं कि कम्युनिस्ट पार्टी कोई सीट नहीं जीत पाई है. മെലിഞ്ഞും ഇളർന്നും ഇല്ലാതായ ഇടതു പാർട്ടികൾക്ക് യോജിച്ച ശരീരം തന്നെയാണ് പഞ്ചാബ്. എന്നാൽ എന്തുകൊണ്ട് വർഗരാഷ്ട്രീയത്തിന് പഞ്ചാബിൽ പച്ച തൊടാൻ കഴിയുന്നില്ല എന്നതിന്റെ ഉത്തരം ഇക്കുറി കർഷക പാർട്ടിയായ സംയുക്ത സമാജ് മോർച്ച എന്ന പരീക്ഷണം വ്യക്തമാക്കി തരും. 5 പാർട്ടികൾ മത്സരിക്കുന്ന പഞ്ചാബിൽ ആര് അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുക പ്രയാസമാണ്. ആർക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് വഴിയെ പറയാം. എന്നാൽ ഏറ്റവും കുറവ് സാധ്യതയുള്ള പാർട്ടികളിൽ ഒന്ന് BJP ആണ്. സംസ്ഥാനത്ത് ഇപ്പോഴും BJPക്കെതിരായ എതിർവികാരം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക മാത്രമല്ലല്ലോ, എതിരാളിയുടെ പരാജയം ഉറപ്പാക്കുന്നതും തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ്. ഇത് ഗഗൻദീപ് AR, ജണ്ടിയാല നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. ഗഗൻദീപിന്റെ അച്ഛനും മുത്തച്ഛനും ശിരോമണി അകാലിദളിന്റെ MLAമാരായിരുന്നു. എന്നാൽ കുടുംബ പാരമ്പര്യം പിന്തുടരാൻ അകാലിദൾ ഗഗനെ അനുവദിച്ചില്ല. ഇതിനെ തുടർന്ന് 6 മാസം മുമ്പ് BJPയിൽ ചേർന്നു. എന്നാൽ ജണ്ടിയാലയിൽ ഗഗൻ BJPയുടെ സ്ഥാനാർത്ഥിയല്ല. പുതിയ സഖ്യകക്ഷിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഗഗൻദീപ് സിംഗ്. मैं बीजेपी में शामिल हुआ था आज से 6 महीने पहले, और बीजेपी ने ही ये सारा कुछ उन्होंने ये सिस्टम बना के कैप्टन अमरिंदर सिंह जी से बात करके मेरे को यहाँ से कैंडिडेट उतारा है. जो अलायंस में ये जो सीट है वो कैप्टन साहब के खाते में चली गई थी. इस वजह से ये हम कैप्टन साहब को के सिंबल से ही ये इलेक्शन कंटेस्ट कर रहे हैं. കോൺഗ്രസിലെ ആഭ്യന്തര കലഹം മുതലെടുത്ത് മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനത്തെ പ്രമുഖ നേതാവ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ സ്വന്തം പാളയത്തിൽ BJPക്ക് എത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ക്യാപ്റ്റനെ പിന്തുടരാൻ താരതമ്യേന ഇടത്തരം നേതാക്കൾ പോലും ഉണ്ടായില്ല. പതിറ്റാണ്ടുകളായി സഖ്യകക്ഷിയായിരുന്ന അകാലിദൾ വിട്ടുപോയതിൽ നിന്നുള്ള മുഖം രക്ഷിക്കലിന് മാത്രമേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ സാന്നിധ്യം കൊണ്ട് BJPക്ക് കഴിഞ്ഞുള്ളൂ എന്നതാണ് വാസ്തവം. ഇത്രയൊക്കെ മുഖം രക്ഷിക്കൽ നടത്തിയെങ്കിലും ഇപ്പോഴും കർഷകർക്കിടയിൽ നിന്ന് പാർട്ടിക്കെതിരെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. मेरे को रोका गया रास्ते में, चलो वो रोका गया, बड़ी अच्छे माहौल में बात हुआ. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അവസരമാക്കി മാറ്റാൻ കഴിയുന്ന BJPയെ പഞ്ചാബിലെ രാഷ്ട്രീയത്തിൽ നിന്ന് എഴുതിത്തള്ളാൻ കഴിയില്ല. പഞ്ചാബിലെ രാഷ്ട്രീയ ചരിത്രവും അതുതന്നെയാണ് പറയുന്നത്. പണ്ട് BJP ഇന്ന് നേരിടുന്ന ഐസൊലേഷനേക്കാൾ വലിയ ഐസൊലേഷനും വെല്ലുവിളികളും കോൺഗ്രസ് പാർട്ടി പഞ്ചാബിൽ നേരിട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന സിഖ് വിരുദ്ധ ലഹളക്ക് തുടർന്നുണ്ടായ സാഹചര്യങ്ങളിലെല്ലാം കോൺഗ്രസ് വലിയ ഐസൊലേഷൻ ഏറ്റെടുത്തതാണ്. എന്നാൽ ആ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റുകളെല്ലാം നടത്തിയിട്ടുള്ള ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിനെ വീണ്ടും മെയിൻ സ്ട്രീം ഡെമോക്രാറ്റിക് പ്രോസസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം അതേ പഞ്ചാബിലെ ജനങ്ങൾ തന്നെ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുകയും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കുകയും ഇപ്പോൾ ചന്നി ഗവൺമെൻറ് വരെ നിൽക്കുന്ന പല സംസ്ഥാന ഗവൺമെൻറ്റുകളും ഉണ്ടായി.
പഞ്ചാബിൽ അകാലിദളും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ടു വശമാണെന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല. കാരണം സംസ്ഥാനത്തെ ഭൂരിപക്ഷമായ സിഖ് മതവിശ്വാസികളാണ് അകാലിദളിന്റെ ഉറച്ച വോട്ട്. ഹിന്ദു വിഭാഗത്തിലാണ് ബി ജെ പിക്ക് സ്വാധീനം. കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് സഖ്യം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ അകാലിദളിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടേണ്ടി വന്നത്. ബി ജെ പിയെ നഷ്ടപ്പെട്ടതോടെ മായാവതിയുടെ BSPയെ കൂട്ടുപിടിച്ചാണ് അകാലിദളിന്റെ മത്സരം. പരമ്പരാഗത മേഖലയിൽ ആളുകളെ കൂട്ടാൻ അകാലിദളിന് കഴിഞ്ഞിട്ടുണ്ട്. कोई मैदान में नहीं, अकाली दल अकेला मैदान मार रहा है पंजाब में. 80 सीटें जीतेंगे और सरकार बनाएंगे. 5 തവണ മുഖ്യമന്ത്രിയായ പ്രകാശ് സിംഗ് ബാദൽ ഇക്കുറിയും അകാലിദളിനു വേണ്ടി മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി എന്ന റെക്കോർഡ് ഇതിനോടകം 94 കഴിഞ്ഞ പ്രകാശ് സിംഗ് ബാദലിന് ലഭിച്ചു കഴിഞ്ഞു. അതിനപ്പുറം ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യയിലെ മുഖ്യമന്ത്രിയായി പ്രകാശ് സിംഗ് ബാദൽ പഞ്ചാബിൽ പുതിയ ചരിത്രമെഴുതാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കഴിഞ്ഞ മാസം മാതൃഭൂമി ന്യൂസ് സംഘം പഞ്ചാബിലെത്തിയിരുന്നു. അന്ന് ആളുകളോടൊക്കെ പഞ്ചാബിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് സംസാരിച്ചു. അവർ അപ്പോൾ ഏകസ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം സംസ്ഥാനത്ത് കിച്ചടി സർക്കാർ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ, പല പാർട്ടികൾ ചേർന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്നതാണ്. എന്നാൽ ഒരു മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടിൽ എത്തുമ്പോൾ ആൾക്കാരുടെ അഭിപ്രായത്തിലൊക്കെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. സംസാരിച്ചവരിൽ ഭൂരിപക്ഷം ആളും ഒരു പാർട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പ്രത്യക്ഷത്തിൽ പഞ്ചാബിൽ കോൺഗ്രസ് ആം ആദ്മി പോരാട്ടമാണ് നടക്കുന്നത്. ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസിന് സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രഖ്യാപനത്തിലൂടെ പാർട്ടിക്കുള്ളിലുണ്ടായ അസ്വാരസ്യം പാർട്ടി അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ പ്രചാരണത്തിൽ പ്രകടമായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായ സിദ്ധു സ്വന്തം മണ്ഡലത്തിലേക്ക് മാത്രം പ്രചാരണം ഒതുക്കി. മാധ്യമങ്ങളിൽ നിന്ന് പോലും സിദ്ധു ബോധപൂർവം മാറി നിന്നു. പഴയ സുഹൃത്തും അകാലിദളിന്റെ പ്രമുഖ നേതാവുമായ വിക്രം സിംഗ് മജീദിയയാണ് സിദ്ധുവിന്റെ എതിരാളി. മജീദിയ എതിർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണ് പ്രചാരണം മണ്ഡലത്തിലേക്ക് ചുരുക്കിയതെന്ന് സിദ്ധുവിന്റെ അനുകൂലികൾ വാദിക്കുന്നുണ്ട്. Navjot Sidhu, because his own seat, East Amritsar, there is a big fight. Vikram with Majithia is fighting with him. That's why he had to spend time there also. We are also going there to support him. ചരൺജിത് സിംഗ് ചന്നിയുടെ പിന്നോക്കക്കാരനെന്ന പ്രതിച്ഛായ ഉയർത്തിയായിരുന്നു കോൺഗ്രസ് പ്രചാരണം. 4.5 വർഷം സംസ്ഥാനം ഭരിച്ച ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഭരണകാലത്തെ തള്ളാനും കോൺഗ്രസ് മറന്നില്ല. മുഖ്യമന്ത്രിയായിട്ട് ചന്നി സാറ് വന്നപ്പോഴേക്കും സമൂഹത്തിലെ താഴേക്കില്ല, അതായത് പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ആൾക്കാർക്ക് പോലും വലിയ ആത്മവിശ്വാസമാണ്. നാളെ ഞങ്ങൾ പാർട്ടിയിൽ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ നല്ല നല്ല സ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഞങ്ങളെ എത്തിക്കും. പഞ്ചാബിൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. നേരത്തെ അതല്ലായിരുന്നു. ജന്മിമാരും രാജാക്കന്മാരും ഒക്കെ ഭരിച്ചിരുന്ന സംസ്ഥാനമാണിവിടെ. കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ പക്ഷേ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വോട്ടുറപ്പുള്ള അനുഭാവികളുടെ പ്രതികരണം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിനോട് ചായവുണ്ട്, പക്ഷേങ്കിൽ അവിടുത്തെ ഈ ചേരിതിരിവും വഴക്കും അതൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്ഥിരതയില്ലാത്ത നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വെറുമൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ആ പാർട്ടിയുടെ ഭാവിയെ തന്നെ സ്വാധീനിക്കാവുന്ന ഫലമായിരിക്കും പഞ്ചാബിലേത്. അതുകൊണ്ട് തന്നെ സർവ്വശക്തിയും എടുത്തായിരുന്നു പഞ്ചാബിലെ കോൺഗ്രസ് പ്രചാരണം. അടുത്ത സർക്കാർ ആര് രൂപീകരിക്കുമെന്ന ജനങ്ങളുടെ അഭിപ്രായം കേട്ട് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു രാധേശ്യാം സോണിയെ കണ്ടത്. ആം ആദ്മിയുടെ കൊടിയും പിടിച്ച് റോഡിലൂടെ തനിച്ച് നടന്നു നീങ്ങുന്നു. ആം ആദ്മിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ഇറങ്ങിയതാണ്. രാധേശ്യാം ഹരിയാന സ്വദേശിയാണ്. ഹരിയാന സ്വദേശിക്ക് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഉടൻ മറുപടി എത്തി. जो यहाँ पर आम आदमी पार्टी की सरकार बनेगी, भगवंत मान जी मुख्यमंत्री बनेंगे, पंजाब में जो 5 सालों के दौरान जो क्रांतिकारी काम होंगे उसकी जो गूंज है वो पूरे देश में सुनाई देगी. फिर पूरा देश भी पंजाब के पीछे चलेगा और हरियाणा भी पंजाब के साथ चलेगा.
പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് മാനിനെ കണ്ട് കാൽനട പ്രചാരണം അവസാനിപ്പിക്കുകയായിരുന്നു സോണിയുടെ ലക്ഷ്യം. എന്നാൽ വിധി അതിനനുവദിച്ചില്ല. അച്ഛൻ മരിച്ചതിനെ തുടർന്ന് കാൽനട യാത്ര പകുതിക്ക് വെച്ച് നിർത്തി തിരിച്ചു പോകേണ്ടി വന്നെന്ന് സോണി പിന്നീട് ഫോണിൽ വിളിച്ചറിയിച്ചു. പക്ഷേ സോണിയുടെ ആഗ്രഹം പഞ്ചാബികൾ പൂർത്തീകരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. സംസാരിച്ച ഭൂരിപക്ഷം പേരും ആം ആദ്മി സർക്കാർ അധികാരത്തിലെത്തുമെന്നായിരുന്നു പറഞ്ഞത്. वोट पानी भगवंत मान नू करा मैं सलाम ओदी उच्ची शान नू तितर फंगियां नू हुण गलो लाउणा आ सीएम भगवंत मान नू बनाउणा आ भगवंत मान मुख्यमंत्री बनाउणा आ भगवंत मान मुख्यमंत्री बनाउणा। 7 പതിറ്റാണ്ട് കോൺഗ്രസ്, അകാലിദൾ, BJP സർക്കാരുകളെയും മാറി മാറി പരീക്ഷിച്ചു. ഇപ്രാവശ്യം പുതിയ പാർട്ടിക്ക് അവസരം നൽകുമെന്നാണ് കണ്ടവരിൽ ഭൂരിപക്ഷം പേരും പറഞ്ഞത്. ആം ആദ്മി നടത്തിയ പ്രചാരണം വിജയിച്ചതിന്റെ സൂചനയാണ് ജനങ്ങളുടെ പ്രതികരണം. പാർട്ടിക്ക് അനുകൂലമായ എല്ലാ വോട്ടുകളും ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിക്ക് പുറത്തൊരു സർക്കാർ സ്വപ്നം കാണാൻ കഴിയും. പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തെയും വൈവിധ്യത്തെയും അടുത്തറിഞ്ഞ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പഞ്ചാബ് രാഷ്ട്രീയത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിനിധിയായ സംഘർഷ് ദീപിനും അവൻ്റെ തലമുറയ്ക്കും മികച്ച ഭാവി ഉറപ്പാക്കുന്ന ഒരു സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരട്ടെ.